സാലറി അലോക്കേഷൻ അതേപോലെ സാലറി ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് സെറ്റിങ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് അലോക്കേഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓരോ സ്റ്റാഫും ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് പെടുന്നത്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടന്റ് എന്ന ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, അതേപോലെ ബില്ലിംഗ് സ്റ്റാഫ്, ഇപ്പോൾ 2-3 ബില്ലിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ സെയിൽസ്മാൻ ഉണ്ടായിരിക്കാം, ഡ്രൈവർ ഉണ്ടായിരിക്കാം ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യണം. ആ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 1-2 ടയറുകൾ അങ്ങനെ കൊടുക്കാം. ഞാൻ ഒന്ന് ഉദാഹരണത്തിന് കാണിക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടതാണ്, നമ്മൾ സ്റ്റാഫിൽ മാസ്റ്ററിൽ സ്റ്റാഫിൽ പോകുന്നു. ഇവിടെ നമ്മൾ പേ സ്കെയിൽ എന്ന സ്ഥലത്ത് ജസ്റ്റ് പ്ലസ്സിൽ, ഇവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും ലിസ്റ്റിൽ സെറ്റ് ചെയ്ത് വെച്ചത് ഏതൊക്കെയാണെന്നുള്ളത്. ഇതിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ നമുക്ക് ഓൾറെഡി സെയിൽസ്മാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്ലോർ മാനേജർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഒരെണ്ണാണെങ്കിൽ ഒരെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവർ 1 എന്ന് കൊടുത്തു. ഡ്രൈവർ ഗ്രേഡ് 1 എന്നുള്ളതിലാണ് ഞാൻ ഓൾറെഡി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രൈവർ 1 എന്ന് പറയുന്നത് ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഫസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നു ഡ്രൈവർ 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഈ ഡ്രൈവർ 1 എന്ന കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കുന്ന സാലറിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡ്രൈവർ 1 എന്ന കാറ്റഗറിയിൽ 15,000 രൂപയാണ് സാലറി ഞാൻ സെറ്റ് ചെയ്യുന്നത്. അലൗഡ് ലീവ്, അവർക്ക് എത്ര ലീവാണ് അലൗഡ്, ഒരു മാസത്തിൽ എത്ര ലീവ് എടുക്കാം എന്ന് അലൗഡ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാം, ഇല്ലെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അലൗഡ് ലീവ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ലീവ് ഇതിൽ മാർക്ക് ചെയ്യണം. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് എത്രയാണോ കട്ട് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ സാലറി മാത്രം കൊടുത്തു, സേവ് ചെയ്യുന്നു. അപ്പൊ ഡ്രൈവർ 1ന്റെ എന്ത് ചെയ്തു, നമ്മൾ സാലറി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഡ്രൈവർ 2 ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഡ്രൈവർ 2 എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് കൊണ്ട് ഉണ്ടാക്കാം. ഡ്രൈവർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി കൂടി ചെയ്യുന്നു. ആ ഡ്രൈവർ 2ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ 2 ആദ്യം ഒന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്ത് അവിടെ കാണിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡ്രൈവർ 2ന്, നമ്മൾ ഡ്രൈവർ 1ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 15,000 രൂപയാണ് അല്ലേ. ഡ്രൈവർ 2ന് നമ്മൾ കൊടുക്കുന്നത് 17,000 രൂപയാണ് സാലറി നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ 2 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓൾറെഡി സെയിൽസ്മാൻ കാണാം. സെയിൽസ്മാനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 13,000 രൂപയാണ് ഇവിടെ സാലറി സെറ്റ് ചെയ്ത് കാണുന്നത്. ഫ്ലോർ മാനേജർ ഉണ്ട്, അതിന് 27,000 രൂപയാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് എത്ര രൂപയാണ് കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇപ്പൊ മാനേജർ, ഫ്ലോർ മാനേജർ ആണെങ്കിൽ അയാൾക്ക് ലീവിന് 880 രൂപ ഒരു ദിവസത്തേക്ക് വെച്ച് കട്ടാവും. അതേപോലെ മറ്റ് അലവൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഡ്രൈവർക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ചെയ്യില്ല. സെയിൽസ്മാൻ ഓൾറെഡി കട്ടാവുന്നുണ്ടോ എന്ന് നോക്കാം. അതല്ലേ കട്ടാവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർക്ക് വേണമെങ്കിൽ അങ്ങനെ കട്ട് കൊടുക്കാം. എത്രയാണോ നമുക്ക് ഒരു ലീവിന് കട്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പൊ സാലറി ജസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിടാം. ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, ആ ഗ്രൂപ്പുകളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഡ്രൈവർ 1ഉം ഡ്രൈവർ 2 ഒക്കെ കൊടുത്തു. ഇതേപോലെ തന്നെ ഓരോ ഗ്രൂപ്പുകൾ ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സേവ് ചെയ്യാം. ഇങ്ങനെയാണ് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്ററിൽ തന്നെ സ്റ്റാഫിൽ തന്നെ വന്നിട്ട് സ്റ്റാഫിന്റെ പേര് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഒരു കോഡ് ഉണ്ടായിരിക്കും. ഈ കോഡിന് പകരം വേറെ കോഡ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ഇനി ഇവിടെ ജിതേഷ് എന്ന് പറയുന്ന ആളാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെ എൻ്റർ അടിക്കുന്നു. ഞാൻ കോഡ് അവിടെ ജസ്റ്റ് കൊടുത്തു, ജിതേഷ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കാണിക്കാം. ഞാൻ ജിതേഷ് എന്ന് പറയുന്ന ആൾ ഡ്രൈവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അയാള് ഡെസിഗ്നേഷൻ ഡ്രൈവറാണ്. അപ്പൊ ഡ്രൈവർ ഗ്രേഡ് 1 ആണോ 2 ആണെന്നാണ്. 1 ആണെങ്കിൽ അയാൾക്ക് അതിന്റെ സാലറി വരും. 1ന്റെ സാലറി ആയിരിക്കുമ്പോൾ ജസ്റ്റ് സേവ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ആൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ഞാൻ അടുത്ത ആൾ ക്രിയേറ്റ് ചെയ്യുന്നത് സച്ചിൻ എന്നാണ്. SA എന്ന് കൊടുത്തു. സച്ചിൻ കൊടുത്തു. ഇവിടെ ഡെസിഗ്നേഷൻ ഡ്രൈവർ തന്നെയാണ്. പക്ഷെ ഡ്രൈവറിൽ എന്താണ് അയാൾക്ക് സാലറി ഡ്രൈവർ 2 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നതാണ്. ജസ്റ്റ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അതായത് നമ്മൾ സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. സ്റ്റാഫിന്റെ പേര് ഇവിടെ കൊടുക്കുന്നു. ബാക്കി ഇവിടെ നമ്മൾ പേ സ്കെയിൽ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് ശേഷം സ്റ്റാഫിന്റെ അറ്റൻഡൻസ് നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ അത് ചെയ്യുക, എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസാക്ഷനിൽ സ്റ്റാഫ് അറ്റൻഡൻസ് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഇവിടെ ഓൾറെഡി ഡിഫാൾട്ട് നമ്മൾ ലോഡ് സ്റ്റാഫ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഡിഫാൾട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റിലുള്ളത് നമുക്ക് ഇവിടെ ഏതൊക്കെ സ്റ്റാഫുകൾ ഉണ്ടാവും ആ സ്റ്റാഫുകളെ പ്രസന്റ് ആയിട്ടാണ് കാണിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ലീവ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഫുൾ ഡേ ലീവ് ആണെങ്കിൽ ഫുൾ ഡേ ലീവ് എന്ന് മാർക്ക് ചെയ്യുക, ഹാഫ് ഡേ എന്നാണെങ്കിൽ ഹാഫ് ഡേ എന്ന് കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കാം. അപ്പോൾ അറ്റൻഡൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ റൈറ്റ് സൈഡിൽ ഈ കാണിക്കുന്നത് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിഫാൾട്ട് ആയിട്ട് കാണിക്കുക, ഈ ഒരു മാസത്തെ ഡിഫാൾട്ട് ആയിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്റ്റാഫിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഈ സ്റ്റാഫിന്റെ അറ്റൻഡൻസ് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സാലറി അലോക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ലീവിന് കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക് കട്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇനി മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാലറി കട്ടാവുന്ന കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് എമൗണ്ടിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് തന്നെ സ്റ്റാഫ് അറ്റൻഡൻസ് നിർബന്ധമില്ല, നമ്മൾ ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി കട്ട് ചെയ്യുന്നതും ഏതൊക്കെ ദിവസങ്ങളിലാണ് ലീവ് എടുത്തു അങ്ങനത്തെ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റാഫ് അറ്റൻഡൻസ് ചെയ്യേണ്ടുള്ളൂ. ഇല്ലെങ്കിലും നിങ്ങൾക്ക് സാലറി അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ സാലറി അലോക്കേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ട്രാൻസാക്ഷനിൽ പേറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് പോവുക. ഇവിടെ നമ്മൾ പേറോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അലോക്കേറ്റ് സാലറി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിന് മുന്നായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഡേറ്റ്, കഴിഞ്ഞ മാസത്തെ സാലറിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മാസം 1-ാം തീയതി മുതൽ 31 വരെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ മാസത്തായിരിക്കും ഈ മാസം ചെയ്യുക. കാരണം 1-ാം തീയതിയോ 2-ാം തീയതിയോ ഒക്കെ ആയിരിക്കും അതത് മാസങ്ങളിൽ 1-ാം തീയതിയോ 2-ാം തീയതിയൊക്കെ ആവും സാലറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് മുന്നത്തെ മാസത്തെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത ശേഷം അലോക്കേറ്റ് സാലറി എന്ന ബട്ടണിൽ അമർത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി അവരെ നിലവിലുള്ള സാലറി എത്ര രൂപയാണോ അത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അവരെടുത്തിട്ടുള്ള ലീവ്, അവർക്ക് അലൗ ചെയ്തിട്ടുള്ള ലീവ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അവരെത്ര ലീവ് എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ലീവിന് കട്ട് ചെയ്യുന്നത് എത്രയാണ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇത് കട്ട് ചെയ്ത ശേഷം നെറ്റ് എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് സാലറി ട്രാൻസ്ഫർ ആവേണ്ട എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും അവരെ പേരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത ശേഷം ജസ്റ്റ് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അക്കൗണ്ടിലേക്ക് അത് കയറിയിട്ടുണ്ടാവും. അവരുടെ അക്കൗണ്ടിൽ ഇത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതേ എമൗണ്ട്. ഇനി നമുക്ക് റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ട്സിൽ സ്റ്റാഫിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാഫിൽ നമുക്ക് പേറോൾ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ട്. ഈ റിപ്പോർട്ടിൽ നമുക്ക് അവരെ ബേസിക് സാലറി ഇവിടെ കാണിക്കുന്നുണ്ടാവും. അവർ അലൗ ലീവ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. എത്ര ലീവ് എടുത്തിട്ടുണ്ടെന്ന് കാണിക്കും. അതിന് ലീവ് കട്ട് ചെയ്ത് എത്ര ഉണ്ടാവും, നോർമലി അവരെ സാലറി എത്ര ഉണ്ടെന്ന് കാണിക്കണം. ഇതിന് പുറമെ ലെഡ്ജർ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് മന്ത്ലി വേജസ് ആണ്, വേജസ് അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലവൻസ്, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സാലറി അലോക്കേറ്റ് ചെയ്ത ശേഷം നമുക്ക് റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട്സിൽ സ്റ്റാഫിൽ അക്കൗണ്ട് സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും ഇവർക്ക് സാലറി അലോക്കേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഓൾറെഡി അവരുടെ പേരിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് കയറിയിട്ടുണ്ടാവും. നമ്മൾ 17,000 രൂപയെന്ന് ഇയാൾക്ക് സാലറി അലോക്കേറ്റ് ചെയ്താൽ 17,000 രൂപ അദ്ദേഹത്തിന്റെ പേരിലേക്ക് കയറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ശ്രീജേഷിന്റെ പേരിലേക്ക് അല്ലേ 12,550 രൂപ സാലറി കട്ടൊക്കെ കഴിച്ച് ബാലൻസ് എത്രയാണുള്ളത് അതിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. ജിതേഷിന്റെ പേരിലേക്ക് 15,000 രൂപ കയറിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ സാധാരണ സാലറി എപ്പോഴാണോ കൊടുക്കുന്നത് അതേ ദിവസങ്ങളിൽ നിങ്ങൾ എന്നാണോ കൊടുക്കുന്നത്, ചിലപ്പോൾ അഡ്വാൻസ് ആയിരിക്കും ചിലർ മേടിച്ചിട്ടുണ്ടാവുക. അത് അങ്ങനെ തന്നെ നമ്മൾ സാലറി എന്ത് ചെയ്യാം, അവരുടെ പേരിൽ നമ്മൾ സാലറി പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ജിതേഷ് എന്നാണ്, ജിതേഷ് എന്ന് കൊടുക്കുന്നു. ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഓൾറെഡി കാണിക്കുന്നല്ലേ 15,000 രൂപ കൊടുക്കണ്ട, അതിലേക്ക് ചിലപ്പോൾ നമ്മൾ 12,000 രൂപയാണ് കൊടുക്കുന്നത്, 12,000 രൂപ. ബാലൻസ് ഇനി എന്തുണ്ടായിരിക്കും, ബാലൻസ് ഇനി നമുക്ക് 3,000 രൂപ കൊണ്ടാണ് ജസ്റ്റ് സേവ് ചെയ്യാം. ഇത് അവരെ ലെഡ്ജർ എടുത്തു പോയി കഴിഞ്ഞാൽ ലെഡ്ജറിൽ അതേപോലെ തന്നെയാണ് കാണിക്കുക. നമ്മൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ലെഡ്ജറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജിതേഷ് കൊടുക്കുന്നു അല്ലേ, ജിതേഷിന് സാലറി അലോക്കേറ്റ് ചെയ്ത് 15,000 രൂപയാണ്, 12,000 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ളൂ, ബാലൻസ് 3,000 രൂപയാണ്.